എല്ലാവർക്കും നമസ്കാരം. V4U മലയാളം അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA-BScയുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാള സാഹിത്യം 1ാം സെമസ്റ്ററിലെ ചെറുകഥ എന്ന മോഡ്യൂളിലെ ഡബിൾ ആക്ട് കെ സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാമുള്ള ഒരു തന്ത്രമായിരിക്കാം അത്. ഏത്? ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാമുള്ള ഒരു തന്ത്രമായിരിക്കാം അത്. ഏത്? സരസ്വതി അമ്മയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒരാളാണ് നമ്മൾ കണ്ട സീത. കോളേജിൽ തൻ്റെ സഹപാഠിയായിരുന്ന സുധീരൻ നായരോട് അവൾക്ക് വാത്സല്യവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഒരടുപ്പവും ഉണ്ടായിരുന്നു. ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിനിടയിൽ എപ്പോഴും പ്രേമമെന്ന വികാരം തിരയുന്നവരായിരിക്കും മറ്റുള്ളവർ. അത്തരമൊരു അഭ്യൂഹം ഇവരെക്കുറിച്ചും പടരാൻ ഇടയായി. വളരെ നല്ല സ്വഭാവമുള്ളവൻ എന്ന് പേരുകെട്ട സുധീരൻ നായർ തന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരുത്തുന്നതിന് വേണ്ടി വാസന്തി നായർ എന്ന അധ്യാപികയെ സമീപിക്കുകയും സീതയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊടുത്ത് നല്ലവനായി സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. സീതയ്ക്ക് അധ്യാപികയിൽ നിന്ന് മോശമായ താക്കീതുകൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നു. സീതയെ നിരാശപ്പെടുത്തിയതിൽ തനിക്ക് വേദനയുണ്ട് എന്നാണ് അയാളുടെ വിവാഹത്തിന് ശേഷം സുധീരൻ നായർ വീണ്ടും പറയാൻ തുടങ്ങിയത്. സുധീരൻ നായരുടെ ഭാര്യയാകട്ടെ സുധീരൻ നായരെ കിട്ടാൻ സീത തപസ് ചെയ്യുകയായിരുന്നു എന്നും പറഞ്ഞു നടക്കുന്നു. സൗദാമിനിയിൽ നിന്നും സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഇത് കേട്ട സീത കമ്പോളത്തിൽ സാധനങ്ങൾക്ക് വില കൂട്ടാൻ ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായ തന്ത്രം ശ്രുതിക്കും പ്രയോഗിച്ചിരിക്കാം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് അയാളുടെ ഭാര്യ അത്തരത്തിൽ സംസാരിച്ചിരിക്കുക. തോൽപ്പിക്കപ്പെട്ട ഒരെതിരാളി തനിക്കുണ്ടെന്ന് അറിയിക്കുന്ന ഭർത്താവിനോട് ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നുമെന്നും അവൾ പറഞ്ഞു. സീതയെ കാണുമ്പോൾ സുധീരൻ നായർ പറയുന്നത് ശാരീരികമായ പ്രേരണ കൊണ്ടാണ്, ഹൃദയത്തിൻ്റെ ആഗ്രഹമനുസരിച്ചല്ല തൻ്റെ വിവാഹം നടന്നതെന്നാണ്. പണ്ട് സൗദാമിനിയോട് തനിക്ക് സീതയോടുള്ള സ്നേഹം സഹോദര സ്നേഹമാണെന്നാണ് അയാൾ പറഞ്ഞത്. അതൊക്കെ എന്ത് സൂത്രമാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടുന്ന സീത വ്യക്തമാക്കുന്നു. ആളുകളുടെ മുൻപിൽ അവരുടെ ബോധത്തിന് അനുസരിച്ച വേഷവും സ്വന്തം അഭിമതത്തിനനുസരിച്ച് സ്വകാര്യമായി മറ്റൊരു വേഷവും ഇതൊക്കെ സുധീരൻ നായരെ പോലുള്ളവർക്ക് പണ്ടേ പറയുന്ന തന്ത്രമാണ് എന്ന് സീത വ്യക്തമാക്കുകയാണ്, അല്ലെങ്കിൽ തുറന്നടിക്കുകയാണ്. ഈ ഡബിൾ ആക്ട് ലോകത്തിൽ, ഈ കഥയുടെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഡബിൾ ആക്ട് ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാമുള്ള തന്ത്രമായിരിക്കാം ഇതെന്ന് സീത പറയുന്നു. സ്നേഹിതന്മാരോട് തോന്നുന്ന വികാരപ്രധാനമായുള്ള സ്നേഹം കർത്തവ്യ പ്രചോദനമായ സഹോദര സ്നേഹത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടത് തന്നെയാണ്. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ബന്ധമാണ് സുധീരൻ നായരോട് തനിക്കുള്ളതെന്നും സീത വ്യക്തമാക്കുന്നു. അതാണ് ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാമുള്ള ഒരു തന്ത്രമാണിത്. ഏതാ തന്ത്രം? ഡബിൾ ആക്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അകലത്തിൽ വച്ച് കാണുന്ന പരിവേഷങ്ങൾ അടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് മറയുമെന്നോ? അകലത്തിൽ വച്ച് കാണുന്ന പരിവേഷങ്ങൾ അടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് മറയുമെന്നോ? ഇതിൻ്റെ സന്ദർഭം എന്ത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ആശയം എന്ത്? സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയിലെ സീത സരസ്വതി അമ്മയുടെ തന്നെ പ്രതിച്ഛായയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. പഠനം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം സീത സൗദാമിനിയെ സിനിമാ ടാക്കീസിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. സുധീരൻ നായരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ സൗദാമിനി കയ്യിലിരുന്ന രത്നം അടുത്ത വീട്ടിലെ മുറ്റത്തേക്ക് ഇട്ട് കൊടുത്തതുപോലെയാണ് സീത സുധീരൻ നായരെ ഉപേക്ഷിച്ചതെന്ന് പറയുന്നു സൗദാമിനി. സുധീരൻ നായരുടെ ഡബിൾ ആക്ട് മനസ്സിലാക്കിയ സീതയ്ക്ക് യാതൊരു നിരാശയും ഉണ്ടായിരുന്നില്ല എന്നത് നഗ്നസത്യം. അവൾക്ക് പ്രേമമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് അയാളോട് പ്രേമമൊന്നും തോന്നിയിരുന്നില്ല. അയാളുടെ കാപട്യം മനസ്സിലാക്കിയപ്പോൾ അയാളെ കഠിനമായി വെറുക്കാതിരുന്നത് അയാളെ വളരെയധികം സ്നേഹിക്കാതിരുന്നത് കൊണ്ടാണ് എന്ന് സീത പറയുന്നു. സുധീരൻ നായരെ സീതയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ലെന്ന് സൗദാമിനി പറഞ്ഞപ്പോൾ സീത പറഞ്ഞത് തനിക്ക് സ്നേഹമില്ലെന്ന് താൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. മരിച്ചുപോയ ഹാർഡിനെയും കീറ്റ്സിനെയും ഒക്കെ തനിക്കിഷ്ടമാണ്. സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തിയോ മറ്റ് കഴിവുകളോ ഉള്ളവരെയെല്ലാം തനിക്കിഷ്ടമാണെന്നും അവൾ പറഞ്ഞു. ഇഷ്ടമുള്ളവരെയൊക്കെ വിവാഹം ചെയ്യാൻ പറ്റുമോ? അതുമാത്രമല്ല, പരസ്പരം മതിപ്പുള്ളവർ തമ്മിൽ വിവാഹം പാടില്ലെന്ന അഭിപ്രായക്കാരിയാണ് താനെന്നും സീത പറഞ്ഞു. അടുത്ത പരിചയം എപ്പോഴും മതിപ്പിനെ മാറ്റിക്കളയും.
ആ സ്ഥാനത്ത് വെറുപ്പായിരിക്കും പിന്നീട്. അകലത്തിൽ വെച്ച് കാണുന്ന പരിവേഷങ്ങൾ അടുക്കുമ്പോൾ വളരെ വേഗം കുറഞ്ഞു പോകുമെന്നും സീത പറഞ്ഞു. മറ്റുള്ളവരുടെ മുൻപിൽ വളരെ സദ്ഗുണസമ്പന്നയായ വ്യക്തിയാണ് സുധീരൻ നായർ. പക്ഷേ അയാളെ അടുത്തറിഞ്ഞപ്പോഴാണ് സീത ഞെട്ടിപ്പോയത്. തൻ്റെ സൽപ്പേര് നിലനിർത്താനായി എന്ത് കള്ളവും സുധീരൻ നായർ പറയും, ചെയ്യുകയും ചെയ്യും. സൗദാമിനി രത്നവുമായി താരതമ്യം ചെയ്ത അയാളുടെ കുറ്റങ്ങൾ വിളമ്പി അയാളെപ്പോലെ തരം താഴാൻ സീത സന്നദ്ധയാകുന്നില്ല എന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. രത്നം ദൂരെ ഇരുന്ന് കാണുന്നതാണ് ചിലർക്കിഷ്ടമെന്ന് പറയുക മാത്രമേ സീത ചെയ്തുള്ളൂ. എത്ര വിശിഷ്ടമായ ഭക്ഷണമാണെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാലല്ലേ കഴിക്കുകയുള്ളൂ എന്നും അവൾ പറയുന്നുണ്ട്. തനിക്ക് അങ്ങനെയൊരു വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുകൂടി സീത ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ആ കൂട്ടിച്ചേർക്കലാണ് അകലത്തിൽ വെച്ച് കാണുന്ന പരിവേഷങ്ങൾ അടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് മറയുമെന്നോ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൈക്കുള്ളിലിരിക്കുന്ന രത്നം ആരെങ്കിലും അയൽമുറ്റത്തേക്ക് എറിഞ്ഞു കൊടുക്കുമോ? ഇത് തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതായത് കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞു ഉദ്യോഗം നേടി വർഷത്തിന് ശേഷം കൂട്ടുകാരി സൗദാമിനിയെ സിനിമ ടാക്കീസിൽ വെച്ച് കാണുന്നു. സൗദാമിനി സീതയോട് സുധീരൻ നായരുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യം പറഞ്ഞു. തന്നെ ക്ഷണിച്ചിരുന്നു, തനിക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നൊക്കെ സീത മറുപടിയായി പറഞ്ഞു. സൗദാമിനി സീതയെ സമാധാനിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞു, സുധിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ വീട്ടുകാർ അയാളെ കുടുക്കിയതാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അത് കേട്ട സീത ശരിയായിരിക്കാം, നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വലിയ വിഷമമുള്ള കാലമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണോ സീത ഇത്ര ഉദാസീനത കാണിച്ച് കളഞ്ഞതെന്ന് സൗദാമിനി ചോദിച്ചു. സൗദാമിനി ഔത്സുകത്തോടും ജിജ്ഞാസയോടും കൂടി സീതയോട് സ്വന്തം കൈക്കുള്ളിലിരുന്ന രത്നം ആരെങ്കിലും അയൽമുറ്റത്തേക്ക് എറിഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞു. സീത പുഞ്ചിരിച്ചുകൊണ്ട്, ചിലർക്ക് രത്നങ്ങൾ കൈക്കുള്ളിൽ വെക്കാനല്ല ദൂരെ വെച്ച് കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. എത്ര മൂല്യമായ ആഹാര സാധനമാണെങ്കിലും വേണമെന്ന് തോന്നിയില്ലെങ്കിൽ ആരെങ്കിലും തിന്നുമോ എന്നവൾ സൗദാമിനിയോട് ആരായുന്നു. സീതയുടെ മനസ്സിലെ ചിന്തകൾ വളരെ വ്യക്തമായും ഈ വരികളിൽ നമുക്ക് കാണാം. എല്ലാവരെയും പോലെ സൗദാമിനിയുടെ കണ്ണിലും ആ ഡബിൾ ആക്റ്റുകാരൻ നല്ലവനാണ്, രത്നം പോലെ മൂല്യമുള്ളവൻ. സീതയും സുധീരൻ നായരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും സീത ശ്രമിച്ചിരുന്നുവെങ്കിൽ അയാളെ വിവാഹം ചെയ്യാൻ കഴിയുമായിരുന്നെന്നും സൗദാമിനി വിശ്വസിച്ചിരുന്നു. പക്ഷേ അയാളുടെ തനിനിറം വെളിപ്പെടുത്താൻ ശ്രമിക്കാതെ സീത രത്നം ദൂരെ വെച്ച് കാണാനാണ് ചിലർക്കിഷ്ടമെന്ന് പറഞ്ഞൊഴിവാകുന്നു. എത്ര മികച്ച ഭക്ഷണമാണെങ്കിലും തിന്നാൻ ഇഷ്ടമില്ലാത്ത സന്ദർഭത്തിൽ അത് ഉപേക്ഷിക്കുകയല്ലേ ഉള്ളൂ എന്നും പറയുന്നു. അതുപോലെ തനിക്ക് സുധീരൻ നായരെ വേണമെന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് സ്വന്തമാക്കാൻ ശ്രമിച്ചുമില്ല എന്നവൾ വ്യക്തമാക്കി. സീതയുടെ സ്വഭാവം സുധീരൻ നായരുടേതുപോലെ അല്ലാത്തതുകൊണ്ട് അയാളിൽ യാതൊരു കുറ്റവും ആരോപിക്കാൻ സീത മുതിരുന്നില്ല. സുധീരൻ നായരായിട്ട് സീതയെ കുറ്റപ്പെടുത്തി വാസന്തി നായരുടെ മുന്നിൽ പോലും നല്ലവനായ സൽപ്പേര് നിലനിർത്തിയവൻ തന്നെയാണല്ലോ. അടുത്ത ചോദ്യം, അന്ന് ഞാനൊരു മൃഗമായിരുന്നു, ഇന്ന് ഇഴജന്തുവും. ആരുടെ വാക്കുകളാണ്? സുധീരൻ നായർ എന്ന സഹപാഠി സീതയെക്കുറിച്ച് വാസന്തി നായരോട് പല കുറ്റങ്ങളും പറഞ്ഞു കൊടുത്തതായി നമ്മൾ പഠിച്ചു. പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. സുധീരൻ നായർ സൽഗുണസമ്പന്നനായ ചെറുപ്പക്കാരനായിട്ടാണ് അറിയപ്പെട്ടത്. അയാളുടെ ഡബിൾ ആക്ട് അറിഞ്ഞത് സീതയ്ക്ക് മാത്രം. രണ്ടുപേരും കുറച്ചധികം സൗഹാർദ്ദത്തോടെ പെരുമാറിയപ്പോൾ അവരുടെ അടുപ്പം പ്രേമമാണെന്ന മട്ടിൽ ഒരു സംസാരമുണ്ടായി. അതോടെ വിശദീകരിക്കാനാണെന്ന മട്ടിൽ അധ്യാപികയായ വാസന്തി നായർ സന്ദർശിച്ച സുധീരൻ നായർ അയാളുടെ ഭാഗം നല്ലവൻ്റേതാക്കാൻ ആദ്യം കത്തയച്ചത് സീതയാണെന്നും മറ്റും പറയുന്നു. സീത തന്നെക്കുറിച്ചും മറ്റു കുട്ടികളെക്കുറിച്ച് അധ്യാപകരെക്കുറിച്ച് അപവാദം പരത്തുകയാണെന്നും അത് നിർത്താൻ ആവശ്യപ്പെടണമെന്നും അധ്യാപികയായ വാസന്തി നായരോട് സുധീരൻ നായർ ആവശ്യപ്പെട്ടു. വാസന്തി നായർ സീതയ്ക്ക് 2 ആഴ്ചത്തെ അവധി കൊടുത്ത് അതിനുള്ളിൽ ഈ സ്വഭാവം നിർത്തണമെന്ന് സീതയോട് പറഞ്ഞു. പ്രേമത്തോളം എത്തിയിട്ടില്ലെങ്കിൽ സുധീരൻ നായരോട് വാത്സല്യവും സൗഹൃദവും ഉണ്ടായിരുന്ന സീത ആരാണ് തന്നെക്കുറിച്ച് പരാതി എഴുതി കൊടുത്തെന്ന് അറിയുന്നതോടെ നന്നായി വിഷമിക്കുന്നുണ്ട്. അവളുടെ കൂട്ടുകാരി സൗദാമിനിയിൽ നിന്ന് ആ വിവരമറിഞ്ഞ സീത കാലിനടിയിലെ മണ്ണൂർന്നു പോകുന്ന അവസ്ഥയിൽ നിന്നുപോയി. വാസന്തി നായരോട് താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും നമ്മുടെ പേരിൽ അപവാദം നീക്കാൻ വിശദീകരിക്കുകയുണ്ടായിരുന്നുള്ളൂവെന്നും പറഞ്ഞ സുധീരൻ നായർ താൻ കത്തെഴുതിയതായി പറഞ്ഞ കാര്യം അവരുടെ വീട്ടിലുള്ള കുട്ടിയിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതറിഞ്ഞതോടെ അയാൾ തെറ്റ് ചെയ്തതിൽ മാപ്പ് പറഞ്ഞു. വാസന്തി നായരോട് പറഞ്ഞ സാഹചര്യം വിശദീകരിക്കാനായി സുധീരൻ നായർ അന്ന് പറഞ്ഞപ്പോൾ വാക്യം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ സീത പറഞ്ഞു, മൃഗമായിരുന്നു, ഇന്ന് ഇഴജന്തുവും എന്ന് പറഞ്ഞ് വാക്യത്തെ പൂർത്തീകരിച്ചു. നിങ്ങളോട് എനിക്ക് വലിയ ശത്രുത്വമില്ല, കാരണം അങ്ങനെ തീരത്തക്ക വിധം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് പോലുമില്ല എന്നവൾ മറുപടി പറഞ്ഞു. നിങ്ങളുടെ പേര് സുധീരൻ നായർ എന്നല്ല വേണ്ടിയിരുന്നത്, മഹാഭീരു എന്നാണ് വേണ്ടിയിരുന്നതെന്നും അവൾ പറയുന്നുണ്ട്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക്, അവരെ റിപ്പോർട്ടറാക്കാത്തത് കഷ്ടമായിപ്പോയി. ചോദ്യം ശ്രദ്ധിക്കുക, കഥയിലെ സംഭാഷണമാണ് ഇവിടെ ചോദ്യമായിട്ടിട്ടിരിക്കുന്നത്.
അവരെ റൈറ്റർ റിപ്പോർട്ടർ ആക്കാത്തത് കഷ്ടമായിപ്പോയി. വിശദീകരിക്കുക. തന്നെപ്പറ്റി എന്തെല്ലാമാണ് വാസന്തി നായരോട് പറഞ്ഞു കൊടുത്തെന്ന് സീത ഡബിൾ ആക്റ്റുകാരനായ സുധീരൻ നായരോട് ചോദിക്കുന്നുണ്ട്. നുണ പറച്ചിലിന് ഇപ്പോഴും നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ എന്നവൾ ചോദിച്ചു. സാധാരണയായി പെണ്ണുങ്ങളുടെ ഹോബിയാണതെന്ന് അവൾ ഓർമ്മിപ്പിച്ചു. സുധീരൻ നായരുടെ യഥാർത്ഥ സ്വഭാവം സീതയ്ക്ക് പിടികിട്ടി. സുധീരൻ നായരുടെ വാക്കുകൾ കേട്ട് തനിക്കെതിരെ നടപടിയെടുക്കാമെന്ന് പറഞ്ഞ അധ്യാപികയായ വാസന്തി നായരോട് സീതയ്ക്കുള്ള ദേഷ്യം മുഴുവൻ പുറത്തിയാടി. കണ്ടെടുത്തു നിന്ന് വന്നവൻ്റെയൊക്കെ നുണയും കേട്ട് അവർ എൻ്റെ നേരെ കുറേ കള്ളങ്ങളുമായി ചാടിയ ചാട്ടം. അവർ ഈയിടെ ആടാനും പാടാനും പഠിക്കുകയാണെന്ന് തോന്നും വർത്തമാനം കേട്ടിട്ടെന്നാണ് സീത പറഞ്ഞത്. അവർ പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യും പോലും എന്ന് അവൾ അമർഷത്തോടെ പറഞ്ഞു. അവരെ റൈറ്റർ റിപ്പോർട്ടർ ആക്കാത്തത് കഷ്ടമായിപ്പോയെന്നും സീത പരിഹസിക്കുകയാണ്. റോയിട്ടേഴ്സ് ഗ്രൂപ്പ് ലിമിറ്റഡ് വളരെ പ്രശസ്തമായൊരു വാർത്താവിതരണ ഏജൻസിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. റൈറ്റർ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ റോയിട്ടേഴ്സ് ഗ്രൂപ്പ് ലിമിറ്റഡ് വളരെ പ്രശസ്തമായൊരു വാർത്താവിതരണ ഏജൻസിയാണ്. 2008 തോംസൺ കോർപ്പറേഷനാണ് അത് ഏറ്റെടുത്തത്. ലണ്ടനാണ് റോയിട്ടേഴ്സിൻ്റെ ആസ്ഥാനം. ആ റോയിട്ടേഴ്സിൽ ജോലി ലഭിക്കാൻ മാത്രം വലിയ വാർത്താവിതരണക്കാരിയാണ് അധ്യാപികയായ വാസന്തി നായർ എന്ന് പറയുകയാണ് ഇവിടെ. ഇല്ലാത്തതെല്ലാം അവരോട് പറഞ്ഞിട്ട് സീതയ്ക്ക് വേണ്ടി എന്തോ ചെയ്തതുപോലെയായിരുന്നു സുധീരൻ നായരുടെ ഭാവം. എന്തിനാണ് 2 വേഷമെന്ന് സീത അയാളോട് ചോദിച്ചു. വാസന്തി നായരുടെ വീട്ടിലെ കുട്ടിയാണ് സീതയ്ക്കെതിരെ പരാതി കൊടുത്തത് സുധീരൻ നായരാണെന്ന് പറഞ്ഞറിഞ്ഞപ്പോൾ അയാൾ മാപ്പ് പറയാൻ ഒരുങ്ങുന്നതായും നമ്മൾ കണ്ടു. വീണ്ടും അടുത്ത ചോദ്യം. അവർ അവരുടെ ചെറുപ്പകാലത്ത് വല്ലവർക്കും വല്ലതും എഴുതി കൊടുത്തിരിക്കാം, അല്ലാതെ ഞാനൊന്നും എഴുതി കൊടുത്തില്ല, എനിക്കാരും തന്നുമില്ല. ഇതിൻ്റെ സന്ദർഭമേത്? ചോദ്യം ശ്രദ്ധിക്കുക. അവർ അവരുടെ ചെറുപ്പകാലത്ത് വല്ലവർക്കും വല്ലതും എഴുതി കൊടുത്തിരിക്കാം, അല്ലാതെ ഞാനൊന്നും എഴുതി കൊടുത്തിട്ടില്ല, എനിക്കാരും തന്നുമില്ല. സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയിലെ ഡബിൾ ആക്ട് നടത്തുന്ന സുധീരൻ നായരുടെ വാക്കുകളാണ് ഈ കേട്ടത്. സൽസ്വഭാവത്തിന് സർവ്വസമ്മതനായിട്ടുള്ള വ്യക്തിയാണ് സുധീരൻ നായർ. പക്ഷേ അയാളുടെ യഥാർത്ഥ മുഖം ഏറെ വികൃതമാണ്. സീതയും സുധീരൻ നായരും തമ്മിൽ പ്രേമമാണെന്ന ഒരു വാർത്ത പുറത്തു വന്നു. തൻ്റെ സ്വഭാവ പട്ടത്തിന് ഭംഗം വന്നാലോ എന്ന് കരുതി പരദൂഷണ കലയിൽ പ്രഗത്ഭയായ വാസന്തി നായരുടെ അടുത്തെത്തിയ അയാൾ സീതയെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. സീതയാണ് ആദ്യം കത്ത് എഴുതിയതെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചു. അങ്ങനെ ഒരു പ്രേമലേഖനം സീത എഴുതിയിട്ട് പോലുമില്ല തന്നെ. തനിക്കെതിരെ ചില സഹപാഠികളുടെ പരാതി കത്തുകൾ ലഭിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നത് നിർത്തണമെന്നും 2 ആഴ്ച സമയം അനുവദിക്കുമെന്നും വാസന്തി നായർ പറഞ്ഞപ്പോൾ സീത തകർന്നില്ല. പക്ഷെ ആരായിരിക്കും തനിക്കെതിരെ പരാതി എഴുതി കൊടുത്തെന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് അവളുടെ സുഹൃത്ത് സൗദാമിനി ആ കാര്യം വ്യക്തമാക്കിയത്. സീതയെക്കുറിച്ച് വാസന്തി നായരോട് പരാതി പറഞ്ഞത് സുധീരൻ നായർ തന്നെയാണ്. സീതയ്ക്ക് അടിയേറ്റ അനുഭവമായിരുന്നു. ഭൂമിക്കടിയിലേക്ക് തൻ്റെ പാദങ്ങൾ മണ്ണ് നീങ്ങി തന്നെ വലിച്ചു താഴ്ത്തുന്നത് പോലെ അവൾക്ക് തോന്നി. അന്ന് വൈകിട്ട് സൗഹൃദം നടിച്ച് തൻ്റെ മുമ്പിലേക്ക് വന്ന സുധീരൻ നായർ താൻ നാട്ടിൽ പോയതായിരുന്നുവെന്നും ഉള്ളുവെന്നും അറിയിച്ചപ്പോൾ എൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പോയതായിരിക്കുമെന്ന് താൻ കരുതിയെന്ന് സീത വെറുതെ പറഞ്ഞു. മിസ് വാസന്തി നായരോട് തന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞുവെന്ന് അവൾ ചോദിച്ചപ്പോൾ അവരെന്തെല്ലാം എന്നോട് പറഞ്ഞെന്നാണ് ചോദിക്കേണ്ടതെന്ന് അയാൾ മറുപടി പറഞ്ഞു. അവരുടെ തെറ്റിദ്ധാരണ നീക്കിയില്ലെങ്കിൽ നമ്മെ പറ്റിയുള്ള കള്ളക്കഥ വല്ലാതെ പരസ്യമായതിനെ ഭാഗ്യം കൊണ്ട് തടയാൻ ഇടകിട്ടിയെന്നായിരുന്നു അയാളുടെ കള്ള മറുപടി. എന്നെ ചീത്തയാക്കാനുള്ള അവസരവും കിട്ടിയില്ലേ എന്ന സീതയുടെ ചോദ്യത്തിനുള്ള മറുപടി മറിച്ച് വ്യാഖ്യാനിക്കാനുള്ള സീതയുടെ മിടുക്കും കൊള്ളില്ല എന്നായിരുന്നു. ആകരുതെന്ന് വച്ച് ഞാൻ അവരുടെ അടുത്തോടി നല്ല വാക്ക് പറഞ്ഞതിന് ഇതെനിക്ക് കിട്ടേണ്ടത് തന്നെയെന്നായിരുന്നു സുധീരൻ നായരുടെ പരിഭവം സീതയുടെ അടുത്ത്. എഴുതി കൊടുത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വിദഗ്ധ കള്ളനെ പോലെയായിരുന്നു അയാളുടെ മറുപടി. അവരവരുടെ ചെറുപ്പകാലത്ത് വല്ലവർക്കും വല്ലതും എഴുതി കൊടുത്തിരിക്കാം, അല്ലാതെ ഞാനൊന്നും എഴുതി കൊടുത്തില്ല, എനിക്കാരും ഒന്നും തന്നുമില്ല എന്നാണ് അയാളുടെ മറുപടി. അയാൾ പറഞ്ഞത് അത്രയും കള്ളമായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ട ഈ ചോദ്യത്തിൻ്റെ സന്ദർഭം. വീണ്ടും തൻ്റെ കാലിനടിയിലുള്ള ഭൂമി നീങ്ങിപ്പോകുന്ന പോലെ സീതയ്ക്ക് തോന്നി. എപ്പോഴാണ് അങ്ങനെയൊരു തോന്നലുണ്ടായത്? പറഞ്ഞതാണ്, എങ്കിലും പറയട്ടെ. മിസ്സിസ് മേനോൻ ഏത് പുസ്തകമാണ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് റൂമിൽ ചെന്ന സീതയെ പിടിച്ചു നിർത്തി കുറ്റവിചാരണ നടത്തുകയാണിപ്പോൾ വാസന്തി നായർ എന്ന അവരുടെ അധ്യാപിക. സീതയെക്കുറിച്ച് കുറച്ച് പരാതികൾ എഴുതി കിട്ടിയിട്ടുണ്ടെന്നും അവൾ കോളേജിലെ അധ്യാപകരെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചും കുറ്റങ്ങൾ പറഞ്ഞു പരത്തുകയാണെന്നും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു.
തന്നെക്കുറിച്ച് തൻ്റെ സഹപാഠികൾ ആരാണ് പരാതി പറയാമെന്ന് ആലോചിച്ച് ദുഃഖിക്കുകയാണ് ഇപ്പോൾ സീത. അധ്യാപിക പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സീതയ്ക്ക് തോന്നി. 2 ആഴ്ച സമയം സീതയ്ക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനകം ഇത് നിർത്തിയില്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു പരാതിക്ക് ഞാൻ ഇടയാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും തെളിവ് തരാമെങ്കിൽ ശിക്ഷയേൽക്കാൻ എനിക്കൊരു മറുപടിയുമില്ല എന്ന മറുപടിയാണ് സീത ടീച്ചർക്ക് നൽകിയത്. അതിൻ്റെ 5-ാം ദിവസം സീതയെ കണ്ടപ്പോൾ സൗദാമിനി പറഞ്ഞു, ഇന്നലെ വൈകിട്ട് എനിക്കൊരു വിവരം കിട്ടി. സുധീരൻ നായർ മിസ് വാസന്തി നായരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിച്ചു എന്നറിയിച്ചു. ആ സമയം കാലിനടിയിലെ ഭൂമി നീങ്ങിപ്പോകുന്ന പോലെ സീതയ്ക്ക് തോന്നി. അയാളുമായി ബന്ധിപ്പിച്ചാണ് സീതയുടെ പ്രേമകഥ ജന്മം കൊണ്ടത്. അവൾക്ക് അയാളോട് വാത്സല്യവും സൗഹൃദമാണുള്ളതെന്നും പ്രേമിക്കാൻ പറ്റാത്ത ഒരു അത്ഭുത സൃഷ്ടിയായിട്ടാണ് അവൾക്ക് അയാളെക്കുറിച്ച് തോന്നുന്നതെന്നും സീത വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിത്വമുള്ള വ്യക്തിയാണ് കേട്ടോ സീത. ഈ കഥയിൽ തൻ്റെ സൽപ്പേര് നിലനിർത്താനായി സുധീരൻ നായർ സീതയുടെ തലയിൽ എന്തെല്ലാം കുറ്റങ്ങൾ കെട്ടിവെച്ച് മാന്യനാകാൻ ശ്രമിക്കുന്നുവെന്നും നമ്മൾ കാണുന്നുണ്ട്. അത് മനസ്സിലായപ്പോഴാണ് സീതയ്ക്ക് തൻ്റെ കാലിനടിയിലെ മണ്ണ് നീങ്ങിപ്പോകുന്നതായി തോന്നുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. മഞ്ഞപ്പിത്തക്കാരൻ എല്ലാം മഞ്ഞയായി കാണും പോലെ വിശദമാക്കുക. മഞ്ഞപ്പിത്തക്കാർ എല്ലാം മഞ്ഞയായി കാണും പോലെ. മിസ്സിസ് മേനോൻ്റെ ക്ലാസ്സാണ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ മിസ് എന്താണ് എടുക്കുന്നതെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ, അതായത് മിസ്സിസ് മേനോൻ്റെ അടുത്തത് മിസ്സിസ് മേനോൻ്റെ ക്ലാസ്സാണെന്ന് പറഞ്ഞപ്പോൾ മിസ് എന്താണ് എടുക്കുന്നതെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ ടീച്ചേഴ്സ് റൂമിലേക്ക് പോകുകയാണ് സീത. അവിടെ വെച്ച് വാസന്തി നായർ എന്ന ലെക്ചർ സീതയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ദുഃഖിതയായി ക്ലാസ്സിൽ തിരിച്ചെത്തി സീത. ക്ലാസ് തുടങ്ങാനുള്ള മണിയടിച്ച ഉടനെ മിസ്സിസ് മേനോൻ ബുക്കുകളുമായി ക്ലാസ്സിലേക്ക് വന്നു. അവർ കസേരയിലിരുന്നിട്ട് കലയുടെ ശാകുന്തളം, ശ്രദ്ധിക്കുക, കലയുടെ ശാകുന്തളം എല്ലാവരും വായിച്ചു എന്ന് ചോദിച്ചു. കുട്ടികൾ സീതയെ നോക്കിയപ്പോൾ സീത പുസ്തകം തൻ്റെ കയ്യിലായിരുന്നു എന്നും താനത് മുഴുവൻ വായിച്ചില്ല എന്നും പറഞ്ഞു. എന്താ വായിക്കാത്തത്? ഓ, വേറെ രസമുള്ള ജോലികളില്ലേ എന്ന് വ്യംഗ്യ അർത്ഥത്തിൽ അവർ പറഞ്ഞു. സുധീരൻ നായരെ പ്രേമിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് സീത എന്ന വാസന്തി നായരുടെ ആരോപണം ഏറ്റുവാങ്ങി പരിഹസിക്കുകയാണ് മിസ്സിസ് മേനോൻ അപ്പോൾ ചെയ്തത്. അവരുടെ പരിഹാസം കേൾക്കാത്ത മട്ടിൽ താൻ എമിലി സോളയുടെ നാന വായിക്കുകയായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. നാന എന്ന് പറഞ്ഞാൽ സിനിമാ വാരിക. ആ സമയത്ത് അധ്യാപികയുടെ മുഖത്ത് കടുത്ത ഹാസ്യരസം പ്രകടമായി. നാനയിലെ കഥ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല സീത കള്ളമാണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചാണ് അവർ പരിഹാസം ചൊരിയുന്നത്. മഞ്ഞപ്പിത്തക്കാരനെല്ലാം മഞ്ഞയായി കാണും പോലെയുള്ളതായിരുന്നു അവരുടെ ഭാവം. അപ്പോൾ തങ്ങളുടെ മനസ്സിൽ കള്ളങ്ങളുള്ളവർ മറ്റുള്ളവരിലും കള്ളങ്ങൾ കാണാൻ ശ്രമിക്കുമെന്ന ലോകതത്വമാണ് ഇവിടെ വിരചിതമാകുന്നത്. അതാണ് മഞ്ഞപ്പിത്തക്കാരനെല്ലാം മഞ്ഞയായി കാണും പോലെ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മിസ്സിസ് മേനോൻ്റെ ഭാവത്തെയാണ് ഇവിടെ വിശകലനം ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. കള്ളം പറയാൻ ഞാൻ ശീലിച്ചിട്ടില്ല. കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കാതെ പോകണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല. ഇങ്ങനെ പറയാനുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. വീണ്ടും ഞാൻ അതിനെ പറയുന്നില്ല. ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ അതിനെ പറയുന്നില്ല. 2-3 പ്രാവശ്യം ഞാനത് പറഞ്ഞ് വിശദമാക്കി. അടുത്തത്, സുധിയോട് തനിക്കുള്ള സ്നേഹം എങ്ങനെയുള്ളതാണ് ആരോപിതയായ സീത വെളിപ്പെടുത്തുന്നു. എങ്ങനെയുള്ള, അപ്പോൾ കള്ളം പറയാൻ ഞാൻ ശീലിച്ചിട്ടില്ല, കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കാതെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നത് വാസന്തി നായരോടാണ് സീത പറയാനിടയായ സംഭവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സുധിയോട് തനിക്ക് സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് ആരോപിതയായ സീത വെളിപ്പെടുത്തുന്നത് എങ്ങനെ? തനിക്ക് സുധിയുടെ കാര്യത്തിൽ വിഷമമുണ്ടെന്ന് സീത പറയുന്നു. കാരണം സീതയുടെ പേരുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സുധിയുടെ പ്രേമം വ്യാഖ്യാനിക്കപ്പെടുന്നത്. വാസന്തി നായരുടെ ചിന്ത മാന്യമായ സുധിയെ വലവീശി പിടിച്ചിരിക്കുന്നതും ചീത്തയാക്കുന്നതും സീതയാണ് എന്നാണ്. അവരുടെ കണ്ണിൽ പ്രേമം ഒരു വലിയ കുറ്റമാണെന്ന രീതിയാണ്. ഉദ്യോഗസ്ഥരുടെ മക്കളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്താലും അവരതിൽ ഒരു കുറ്റവും കാണുകയില്ല. ആളുകളുടെ നല്ല അഭിപ്രായത്തിന് വേണ്ടി പാടുപെടാൻ തനിക്കാവില്ല എന്നാണ് സീതയുടെ ഇപ്പോഴത്തെ അഭിപ്രായം. താൻ ആത്മപരിശോധന നടത്തിയപ്പോൾ മനസ്സിലായത് തനിക്ക് സുധിയോടുള്ള സ്നേഹത്തിൻ്റെ മുക്കാലും വാത്സല്യമാണെന്നാണ്. ബാക്കി വെറും സൗഹൃദവും പ്രേമിക്കാൻ സാധിക്കാത്ത ഒരു അത്ഭുത സൃഷ്ടിയാണ് താനെന്ന് അവൾക്ക് തോന്നാറുമുണ്ടത്രേ. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മൈത്രിക്കപ്പുറം കടക്കാതിരിക്കാൻ സ്ത്രീകൾക്ക് സ്വാഭാവികമായും കഴിയാറുണ്ടെന്നും പുരുഷന്മാർക്ക് അതിന് വിഷമമാണെന്നുമാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ചിലപ്പോൾ സ്ത്രീയുടെ മനസ്സിൽ ആപൽബോധം കുടിപ്പാർക്കുന്നതായിരിക്കാം ഇതിനൊക്കെ കാരണം. സ്ത്രീയും പുരുഷനും ശാരീരികമായി ബന്ധപ്പെടുന്നത് കൊണ്ട് സ്ത്രീക്കാണല്ലോ പരാജയം. പുരുഷൻ നിഷേധിച്ചാൽ സ്ത്രീയുടെ ജീവിതം പിന്നീട് ദുരിതപൂർണമാവുകയും ചെയ്യും എന്നത് തന്നെയാണ് ഇവിടുത്തെ വ്യാഖ്യാനം. ഇതൊക്കെ കണ്ടിട്ട് ലോകത്തോട് പോലും വെറുപ്പ് തോന്നുകയാണ്. എന്തൊക്കെ കണ്ടിട്ടാണ് സീത ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? വിശദീകരിക്കുക. മലയാളത്തിലെ പുരുഷ വിദ്വേഷിയായ എഴുത്തുകാരി എന്ന് പേര് കേട്ട ആളാണല്ലോ സരസ്വതി അമ്മ.
പക്ഷേ അവരുടെ കൃതികളിലൂടെ സഞ്ചരിച്ചാൽ നാം തിരിച്ചറിയുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. പുരുഷാധിപത്യം സ്ഥാപിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ സ്ത്രീയെ എങ്ങനെ തരം താഴ്ത്തപ്പെടുന്നു എന്നതാണ് അവർ ചിന്തിക്കുന്നത്. സ്ത്രീയുടെ ശത്രു പുരുഷൻ മാത്രമല്ല, സ്ത്രീ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ കഥയിലൂടെ കണ്ടു കഴിഞ്ഞു. ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് കോളേജിൽ എത്തിയിരിക്കുകയാണ് സീതയും കൂട്ടുകാരികളും. എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കനകമ്മ എന്ന വിദ്യാർത്ഥി കുറച്ച് പുസ്തകങ്ങളുമായി മേരിയെ സമീപിച്ച് ഇതൊന്ന് സഹപാഠിയായ നമ്പൂതിരിയുടെ കയ്യിൽ കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. മേരി വിവാഹിതയായതുകൊണ്ട് കുറ്റപ്പെടുത്തൽ കുറയും, അല്ലെങ്കിൽ വാസന്തി നായർ എന്ന അധ്യാപിക അതിൻ്റെ പേരിൽ അഭ്യൂഹങ്ങൾ പരത്തുമെന്ന് സംസാരിക്കപ്പെടുന്നു. സൗദാമിനി സീതയോട് വാസന്തി നായർ എന്ന ലെക്ചർ മഹിളാ മന്ദിരത്തിൽ പോയിരുന്ന് സീതയെപ്പറ്റി പ്രസംഗിച്ച കാര്യം പറയുന്നു. ലെക്ചറല്ലേ, അവർ പ്രസംഗിക്കട്ടെ എന്നാണ് സീതയുടെ മറുപടി. സീതയുമായി അടുപ്പത്തിലാണെന്ന് വാസന്തി നായർ പറയുന്ന സുധീരൻ നായരെ പറ്റി അവർക്ക് വലിയ ബഹുമാനമാണ് പോലും. അവരുടെ കണ്ണിൽ സീതയാണ് യഥാർത്ഥ കുറ്റക്കാരി. വലിയ ആശങ്കകളോടെ ഇങ്ങോട്ട് പഠിക്കാൻ അയക്കുന്ന നല്ല കൊച്ചുങ്ങളെയൊന്നും വീട്ടുകാർക്ക് തിരികെ കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് കേട്ട സീത പറഞ്ഞത് അവരുടെ മകനെ ഇങ്ങോട്ട് പഠിക്കാൻ വിടരുതെന്നല്ലേ ഉള്ളൂ. രക്ഷകർത്താക്കൾ സ്വന്തം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയായിരിക്കുമെന്ന് തോന്നുന്നു എന്നവൾ പറയുന്നു. ഇവിടെ കുട്ടികൾ പഠിക്കാനല്ല ഭർത്താവിനെ തേടാനാണ് വരുന്നതെന്ന് വാസന്തി നായരുടെ ഭാവത്തിലൂടെ കാണാമെന്നും സീതയെ അങ്ങനെ കണ്ടിരിക്കാമെന്നും അവർ പറയുന്നു. അവർ സാധാരണക്കാരായ കുട്ടികളെക്കുറിച്ച് ഈ രീതിയിൽ പറയൂ. ഉദ്യോഗസ്ഥരുടെ കുട്ടികളോടുള്ള നയം വാസന്തി നായർക്ക് വേറെയാണ്. ഈ സ്ഥാപനത്തിന് കലാശാല എന്നല്ല മരുന്ന് വിൽപ്പനശാല എന്നാണ് പറയേണ്ടതെന്നും അവൾ പറയുന്നു. കലാശാല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സംസ്കാരവും സമഭാവനയും ഹൃദയവിശാലതയും നിറഞ്ഞു നിൽക്കണം അല്ലേ? അത് ശരിയാണ്. കലാശാലയിൽ സംസ്കാരമുണ്ടാവണം, സമഭാവനയുണ്ടായിരിക്കണം, ഹൃദയവിശാലത ഉണ്ടാകണം. പക്ഷെ സത്യം ഇവിടെ മറിച്ചാണ്. പണ്ടത്തെ കാട്ടാളന്മാരെക്കാൾ മനുഷ്യർക്ക് എന്താണ് മേന്മയെന്ന് ഇവിടെ വന്നാൽ തോന്നിപ്പോകും. ഇവിടെ നിന്ന് പഠിക്കുക കാട്ടാളത്തമാണ്. ഇതൊക്കെ കാണുമ്പോൾ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുകയാണെന്ന് സീത പറയുന്നു. സ്ത്രീയും പുരുഷനും സംസാരിച്ചു പോയാൽ അല്ലെങ്കിൽ അടുത്തിടപഴകിയാൽ അത് പ്രേമമാണെന്ന് സ്ഥാപിക്കുകയും പ്രേമമെന്നാൽ ഒരു കുറ്റകൃത്യമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വിദ്യാർത്ഥികളെ ഉയർന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കേണ്ട സ്ഥാപനമാണത്. അവിടെ അതൊന്നുമല്ല പഠിപ്പിക്കുന്നത് എന്ന് മാത്രവുമല്ല, തരംതാണ ചിന്താഗതികളുമായി വേട്ടയാടുന്ന വാസന്തി നായരെ പോലുള്ള അധ്യാപകരാണ് ഏറെയും എന്നുള്ളതാണ് ഈ വെറുപ്പിൻ്റെ അടിസ്ഥാനം. ഇതാണ് ഇന്നിൻ്റെ കാഴ്ചയും എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വീണ്ടും ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യേണ്ടതാകുന്നു. ഓക്കെ, താങ്ക് യു.